all of you. AI ഹീലിംഗ് ഹബിന്റെ മാജിക്കൽ ടോക്കിലേക്ക് നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ 10ാമത്തെ സെഷനാണെന്ന്. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ നിങ്ങളോട്. എന്താണ് സെൽഫ് എസ്റ്റീം? എന്താണ് ആത്മാഭിമാനം? നിങ്ങളുടെ ആത്മാഭിമാനം നിങ്ങളുടെ അടുത്താണോ അതോ മറ്റുള്ളവരുടെ അടുത്താണോ? മനസ്സിലായിട്ടുണ്ടാവില്ലേ? മറ്റുള്ളവർ പറയുന്നതാണോ നമ്മള്, അതോ നമുക്ക് നമ്മളോട് തന്നെ ഉത്തരവാദിത്തങ്ങളും റെസ്പെക്റ്റും ബഹുമാനവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമുക്ക് നമ്മളോട് അതൊന്നും ഇല്ലാതെ മറ്റുള്ളവർ പറയുമ്പോഴാണോ, അവർ പറയുന്നതാണോ നമ്മള്? ഇപ്പൊ മനസ്സിലായിക്കോണം എന്താണ്, നിങ്ങൾ എന്താണ്? നമ്മള് പറയുന്നത് നമ്മളുടെ അടുത്താണ് നമ്മുടെ അഭിമാനം. യെസ്. പക്ഷെ ചിലപ്പോ നമുക്ക് വിട്ടുപോവാറുണ്ട് അല്ലേ? ചില സമയങ്ങളില് അവൾ എന്നെ കുറിച്ച് അങ്ങനെ പറഞ്ഞു അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞു അല്ലേ? അപ്പൊ നമുക്ക് സെൽഫ് എസ്റ്റീം ഉള്ള ഒരാൾക്ക് ആരെന്ത് പറഞ്ഞാലും ഒന്നും ഉണ്ടാവില്ല. അതുപോലെ തന്നെ ലോ സെൽഫ് എസ്റ്റീം ഉള്ളവരുടെ ഒരു അടയാളാണ് എന്ത്, നമുക്ക് ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ കഴിയില്ല. നമുക്ക് മറ്റുള്ളവരുടെ അഭിപ്രായം വേണ്ടി വരും. നമുക്ക് എന്തെങ്കിലും കാര്യം ചെയ്യാനായിട്ട് ഒരു തീരുമാനം എടുക്കാനുള്ള ഒരു കഴിവുണ്ടാവില്ല. അപ്പൊ ഇന്ന് സെൽഫ് എസ്റ്റീമിനെ കുറിച്ചാണ് നമ്മുടെ ക്ലാസ്. അതിനു മുന്നേ നമുക്ക് നല്ലൊരു മെഡിറ്റേഷനും ആയിട്ട് അസീമാമ് സെൽഫ് എസ്റ്റീമിനെ കുറിച്ച് എന്താണ് മാമിന് പറയാനുള്ളതും കൂടി നമുക്ക് നോക്കാം. ഓവർ ടു യു അസീമ. ഒരു മെഡിറ്റേഷനിൽ കൂടിയിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അസീമ, Thank you so much, നസിറ മാം. ഒരുപാട് സന്തോഷമുണ്ട് ചിരിക്കുന്ന മുഖം കാണാൻ സാധിച്ചതിന്. അൽഹംദുലില്ലാ. അതേപോലെ തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു മെഡിറ്റേഷന് ശേഷം എല്ലാവരെയും അതിൽ വീഡിയോ മോഡിൽ തന്നെ കാണാൻ സാധിക്കുമെന്ന്. എങ്കിലും ഒരുപാട് സന്തോഷം. 10 ആഴ്ചകള് നിങ്ങളോടൊപ്പം ഒന്നിച്ച് കൂടാൻ പറ്റി എന്നുള്ളത് ഭയങ്കര ഒരു സന്തോഷമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു. സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇതെങ്ങനെയാകും, എങ്ങനെ എത്ര നാള് എന്നുള്ളൊന്നും ഇല്ല, നോക്കാം എന്നുള്ളൊരു കണക്കിലായിരുന്നു. പക്ഷെ ഇന്നിങ്ങനെ എഴുതിയപ്പോൾ ഇന്ന് 10ാമത്തെ ദിവസമാണ്. 10 ആഴ്ചകള് നിങ്ങളോടൊപ്പം ഒന്ന് ജോയിൻ ചെയ്യാനും അറിയുന്ന ചെറിയ ചെറിയ അറിവുകൾ നിങ്ങളിലേക്ക് പകർന്നു തരാനും സാധിച്ചിട്ടുണ്ട്. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. ഇന്നിവിടെ ജോയിൻ ചെയ്ത എല്ലാവർക്കും ഞാൻ നന്ദി പറയാണ്. അതോടൊപ്പം വെൽക്കം സ്പീച്ച് പറഞ്ഞ നമ്മുടെ നസീറ മാമിനും ഞാൻ നന്ദി പറയാണ്. അപ്പൊ നമുക്കൊരു 5 മിനിറ്റ്സ് മെഡിറ്റേഷനിലേക്ക് പോയിട്ട് വരാം. ഓക്കെ. പതിയെ കണ്ണുകളടച്ച് ശാന്തമായിരിക്കുക. ശ്വാസത്തിലേക്ക് മാത്രം ശ്രദ്ധിക്കുക. ആ ശ്വാസത്തിലൂടെ ഈ പ്രപഞ്ചത്തിൽ നിന്നും ഒരു ഗോൾഡൻ എനർജി നമ്മുടെ ഉള്ളിലേക്ക് എത്തുന്നത് ഫീൽ ചെയ്യുക. അതേപോലെ ആ ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ എന്തൊക്കെയാണോ എനിക്ക് വേണ്ടാത്തതായി എൻ്റെ ഉള്ളില് അടുക്കും ചിട്ടയും ഇല്ലാണ്ട് കിടക്കുന്ന കുറേ അധികം കാര്യങ്ങൾ, അതെല്ലാം പുറത്തേക്ക് പോകുന്നതും ഫീൽ ചെയ്യുക. ആ ശ്വാസത്തിലൂടെ, ആ ഒരു എനർജിയിലൂടെ നമ്മൾ എത്രത്തോളം അനുഗ്രഹിക്കപ്പെട്ടവരാണ് ഈ ഒരു നിമിഷത്തിൽ എന്നുള്ളത് തിരിച്ചറിഞ്ഞ് അതിനെ ഉൾക്കൊള്ളുക. ആ ഒരു ഗോൾഡൻ എനർജിയിൽ നമ്മുടെ ശരീരം മുഴുവനും പ്രകാശിക്കുന്നതും അതിലൂടെ
നമ്മുടെ ചുറ്റുപാട്, നാം വസിക്കുന്ന ഗൃഹം, അതിലുള്ള ഓരോ വ്യക്തികള്, അവിടെ നിന്നും നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് നാം താമസിക്കുന്ന സ്ഥലം, നമ്മുടെ ആ ഒരു പ്രദേശം, അങ്ങനെ ആ ഒരു കമ്മ്യൂണിറ്റിയിൽ ഫുൾ അങ്ങനെ ആ ഒരു പ്രകാശം എത്തിപ്പെടുന്നത് ഫീൽ ചെയ്യുക. ആ പ്രകാശത്തിലൂടെ നമ്മുടെ മുഖത്ത് വിരിയുന്ന ആ പുഞ്ചിരി, അതിലുള്ള ആ ഒരു ഓറയെ തിരിച്ചറിഞ്ഞ് അതിനൊന്ന് ഒരു നിമിഷത്തില് അനുഭവിച്ചറിയുക. അതോടൊപ്പം നാം ഇന്ന് സഞ്ചരിക്കുന്ന വഴികൾ എന്താണോ, അത് എത്രത്തോളം ഭംഗിയിലാണ് നമ്മളിലേക്ക് എത്തുന്നത് എന്നുള്ളതും ഒന്ന് മനസ്സിലാക്കുക. ഇന്നത്തെ ദിവസം ഞാൻ എത്രത്തോളം സന്തോഷവതിയാണ്, ആ സന്തോഷത്തെ നന്നായിട്ടൊന്ന് ഫീൽ ചെയ്യുക. ഞാൻ ഇന്ന് ഉത്തരവാദിത്തത്തോടെ ചെയ്യാൻ പോകുന്ന എല്ലാ കാര്യത്തിലും അത്ഭുത വിജയം നേടും. ആ വിജയത്തെ മനസ്സിൽ കാണുക, അതിനെ നന്നായി ഫീൽ ചെയ്യുക. ഞാൻ ദിവസം മുഴുവനും തീർച്ചയായും സന്തോഷമുള്ളവനായിരിക്കും. ആ സന്തോഷത്തെ നിങ്ങളിൽ എങ്ങനെയാണോ അത് എത്തേണ്ടത്, ഏതൊക്കെ രീതിയിലാണ് ആ സന്തോഷം നിങ്ങളിലേക്ക് എത്തേണ്ടത്, അതിനെയൊക്കെ നിങ്ങൾ ഈ ഒരു നിമിഷത്തിൽ അനുഭവിച്ചറിയുക. അതോടൊപ്പം മനസ്സിൽ പറയുക, ഞാൻ ഇന്ന് സന്തോഷത്തെ തിരഞ്ഞെടുക്കുന്നു, ഞാൻ ഇന്ന് വിജയത്തെ തിരഞ്ഞെടുക്കുന്നു, ഞാൻ ഇന്ന് ശരിയായ പ്രവൃത്തിയെ തിരഞ്ഞെടുക്കുന്നു, ഞാൻ ഇന്ന് സ്നേഹവും നന്മയും തിരഞ്ഞെടുക്കുന്നു, ഞാൻ ഇന്ന് സമാധാനത്തെ തിരഞ്ഞെടുക്കുന്നു. ഈ ദിവസം എൻ്റെ കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്ക് വേണ്ടിയും, എൻ്റെ സഹപ്രവർത്തകർക്ക് വേണ്ടിയും, എല്ലായിടത്തുള്ള ജനങ്ങൾക്ക് വേണ്ടിയും ഞാൻ സന്തോഷം, സമാധാനം, സമൃദ്ധി തിരഞ്ഞെടുക്കുന്നു. ആ ഒരു സന്തോഷത്തെ, ആ സമാധാനത്തെ, ആ സമൃദ്ധിയെ, ആ ഒരു ആരോഗ്യത്തെ ഫീൽ ചെയ്യുക. ആ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. അതിലൂടെ എത്തുന്ന ആ ഒരു ഗോൾഡൻ എനർജിയിലൂടെ, ആ ഒരു ഹീലിംഗ് പവറിലൂടെ നമ്മളിലേക്ക് സന്തോഷം, സമാധാനം, സമൃദ്ധി ഇവ എത്തുന്നത് ഫീൽ ചെയ്യുക. എൻ്റെ മനസ്സ് ആന്തരിക സമാധാനം, സ്വാതന്ത്ര്യം, ആനന്ദം ഇവയാൽ നിറഞ്ഞിരിക്കുന്നു. യെസ്, അതിനെ നന്നായി ഫീൽ ചെയ്യുക. പതിയെ പുഞ്ചിരിയോടുകൂടി കൈകൾ റബ്ബ് ചെയ്ത് മുഖത്തോട് ചേർത്ത് വെച്ച് കണ്ണുകൾ തുറക്കുക.
ഏഴ് നിമിഷത്തിലേക്ക് തിരിച്ചു വരിക. എല്ലാവരെയും വീഡിയോ മോഡിൽ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു ആനന്ദത്താൽ, സമൃദ്ധിയാൽ, സന്തോഷത്താൽ നിറവായവരെല്ലാം വീഡിയോ മോഡിൽ വരിക. ഒരു വ്യക്തി അയാളെപ്പറ്റി എന്തു ചിന്തിക്കുന്നുവോ അതാണ് അയാളുടെ വിധി നിർണയിക്കുകയോ അഥവാ സൂചിപ്പിക്കുകയോ ചെയ്യുന്നത്. നമ്മൾ നമ്മളെപ്പറ്റി എന്ത് ചിന്തിക്കുന്നു? നസിറമ്മ ആദ്യം തന്നെ സെൽഫ് എസ്റ്റീമിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ നമ്മളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്? അത് ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരിക. ആ ഒരു ചിന്തകൾ എങ്ങനെയാണ് എന്നുള്ളത്, ആ സെൽഫ് എസ്റ്റീം ഉള്ള ചിന്തകളാണോ നമ്മൾ നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്നൊന്ന് തിരിച്ചറിഞ്ഞ് ഒരു ബുക്കും പേനയൊക്കെ ആയിട്ട് റെഡി ആയിട്ടിരിക്കുക. ഒരിക്കലൊരു ഭിക്ഷക്കാരൻ ഒരു പാത്രം നിറയെ പെൻസിലുകളുമായി റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുകയായിരുന്നു. ഒരു ചെറുപ്പക്കാരനായ ഉദ്യോഗസ്ഥൻ അതുവഴി കടന്നു പോയപ്പോൾ ഭിക്ഷക്കാരന്റെ പാത്രത്തിലേക്ക് $1 വലിച്ചെറിഞ്ഞു. ഇട്ടുകൊടുത്തിട്ട് പോയി. പെൻസിലുകളൊന്നും അയാൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അയാൾ വണ്ടിയിൽ കയറുകയും പെട്ടെന്ന് എന്ത് ചെയ്തു, ആൾ ഇറങ്ങി വന്നിട്ട് കുറച്ച് പെൻസിലുകൾ അതിൽ നിന്ന് എടുത്തിട്ട് പറഞ്ഞു, ഞാൻ കുറച്ച് പെൻസിലുകൾ എടുക്കാം, ഇവയുടെ വില ന്യായമാണെന്ന് തോന്നുന്നു. ഏതായാലും ഞാനും നിങ്ങളും ഓരോ തരത്തിൽ ബിസിനസ്സുകാരനാണല്ലോ. ഉടനെ തന്നെ അയാൾ വണ്ടിയിൽ കയറി പോവുകയും ചെയ്തു. 6 മാസത്തിന് ശേഷം ഈ ഉദ്യോഗസ്ഥൻ ഒരു പാർട്ടിയിൽ പങ്കെടുത്തു. കോട്ടും ടൈയും ധരിച്ച് നമ്മുടെ ഭിക്ഷക്കാരനും ഈ പാർട്ടിയിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു. അയാൾ ഉദ്യോഗസ്ഥൻ തിരിച്ചറിഞ്ഞില്ല. പക്ഷെ ഈ ഭിക്ഷക്കാരൻ അയാളെ തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, ചിലപ്പോൾ നിങ്ങൾ എന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവില്ല, പക്ഷെ ഞാൻ നിങ്ങളെ ഓർമ്മിക്കുന്നു. ഇതിനുശേഷം 6 മാസം മുൻപ് ഉണ്ടായ കാര്യം ഈ ഭിക്ഷക്കാരൻ അയാളോട് പറയുകയാണ്. അപ്പോൾ ഉദ്യോഗസ്ഥൻ പറഞ്ഞു, നിങ്ങൾ ഭിക്ഷ യാചിക്കുകയായിരുന്നു എന്ന് ഞാൻ ഓർക്കുന്നു. ഇപ്പോൾ ഇവിടെ കോട്ടും ടൈയും ധരിച്ച് എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? ഭിക്ഷക്കാരന്റെ മറുപടി, അന്ന് നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്തതിന്റെ പ്രാധാന്യം നിങ്ങൾ അറിയുന്നില്ല. ഭിക്ഷ തരുന്നതിന് പകരം നിങ്ങൾ എന്നോട് മാന്യതയോടുകൂടി പെരുമാറി. ഞാനും എന്റെ പെൻസിലുകൾക്ക് ന്യായമായ വില നിങ്ങൾ നൽകുകയും ചെയ്തു. അതേപോലെ നമ്മൾ ചെയ്യുന്നത് ഒരേ ബിസിനസ് ആണെന്ന് നിങ്ങൾ പറയുകയും ചെയ്തു. നിങ്ങൾ പോയതിനു ശേഷം ഞാൻ ഇങ്ങനെ ആലോചിച്ചു, ഭിക്ഷ യാചിക്കേണ്ട ആവശ്യം എന്താണ്? അപ്പോൾ ആളില് ആ സെൽഫ് എസ്റ്റീം വർക്ക് ചെയ്തുകൊണ്ട് ജീവിതത്തിൽ ഉപയോഗപ്രദമായ എന്തെങ്കിലും ചെയ്യാൻ അയാൾ തീരുമാനിക്കുകയും അങ്ങനെ ജോലി ചെയ്യാൻ ആരംഭിക്കുകയും അങ്ങനെയാണ് ആള് ആ ഒരു പാർട്ടിയിൽ എത്തിപ്പെട്ടെന്നുള്ളതാണ്. ഇതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ പറ്റുക? ചാറ്റിലൂടെ അറിയിക്കാം. നമുക്ക് നമ്മെ പറ്റിയുള്ള മതിപ്പാണ് ആത്മാഭിമാനം എന്നുള്ളത്, സെൽഫ് എസ്റ്റീം എന്നുള്ളത്. ഒരു സെൽഫ് എസ്റ്റീം നമുക്ക് എങ്ങനെയൊക്കെ ബാധിക്കുന്നുണ്ട്? നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്നുണ്ട്, ജോലിയെ ബാധിക്കുന്നുണ്ട്,
ബന്ധങ്ങളെ ബാധിക്കുന്നുണ്ട്, അതേപോലെ നമ്മുടെ ജീവിത നേട്ടങ്ങളെയും ബാധിക്കുന്നുണ്ട്, അത് സ്വാധീനിക്കുന്നുണ്ട്. നമ്മളിൽ ഉണ്ടാകുന്ന വിജയവും പരാജയവും ഒക്കെ നിർണയിക്കുന്നത് നമ്മുടെ സെൽഫ് എസ്റ്റീം ആണ്. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. വീഡിയോ മോഡിൽ ഒന്ന് വരാൻ പറയുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഇരുന്നിട്ട് ഒരു മടി ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ. അപ്പൊ എന്താണ്? ഓഹ് വേണ്ട, ചെയ്യണ്ട എന്നുള്ളത്. അപ്പോൾ നമുക്ക് നമ്മളെ കുറിച്ചുള്ള ഒരു മതിപ്പ് നമ്മളിൽ കുറയുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മളെ തന്നെ തിരിച്ചറിയാനോ അല്ലെങ്കിൽ നമ്മളിലേക്ക് ഒന്ന് ഇറങ്ങിച്ചെല്ലാനോ നാം തയ്യാറാകാത്തതിന്റെ കാരണം. അപ്പൊ അതുകൊണ്ട് തന്നെ സെൽഫ് എസ്റ്റീം എന്താണെന്നും അതിന്റെ പോരായ്മ എന്താണെന്നും അതിന്റെ ഗുണങ്ങൾ എന്താണെന്നും നമുക്ക് ഈ ഒരു ക്ലാസ്സിലൂടെ പഠിക്കാം. സെൽഫ് എസ്റ്റീം ഉണ്ടെങ്കിൽ നമുക്ക് ലഭിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതെന്താണെന്നൊന്ന് പറയാമോ? സ്വന്തത്തോട് സ്നേഹം ഉണ്ടാവും. യെസ്, സെൽഫ് എസ്റ്റീം സ്വന്തത്തെ നമുക്ക് ബഹുമാനിക്കും, സ്നേഹം ഉണ്ടാവും. സന്തോഷവും സംതൃപ്തിയും നിറഞ്ഞ ജീവിതം നമുക്ക് ലഭിക്കും. സെൽഫ് എസ്റ്റീം ഉള്ള ഒരാളെ സംബന്ധിച്ച് ലഭിക്കുന്നുണ്ട്. നമുക്ക് സെൽഫ് എസ്റ്റീം എന്നുള്ളത് പുറമേ കാണുന്നതാണോ അതോ നമ്മുടെ ഉള്ളിൽ നിന്ന് ഉണ്ടാവേണ്ടതാണോ? ആ ഒരു ഫീലിംഗ്, ആ ഒരു പ്രചോദനം ഉണ്ടാവുന്നത് നമ്മുടെ ഉള്ളിൽ നിന്നാണ്. നമുക്ക് എന്തൊരു കാര്യം ചെയ്യുമ്പോഴും നമ്മുടെ ഉള്ളിൽ നിന്നൊരു പ്രചോദനം ഉണ്ടെങ്കിൽ മാത്രമേ അതിൽ വിജയം നേടാനാകൂ. അതിലെന്തെങ്കിലും ഡൗട്ട് ഇല്ലല്ലോ? അങ്ങനെ തന്നെ അല്ലേ എല്ലാവർക്കും? അതേപോലെ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, സെൽഫ് എസ്റ്റീം ഉള്ളവരിൽ ആത്മവിശ്വാസം ഉണ്ടാവുന്നുണ്ട്, ദൃഢമായ വിശ്വാസമുണ്ട്, അവരെന്ത് കാര്യം ചെയ്യാനും ഇറങ്ങി അതിനുള്ള ധൈര്യത്തോടു കൂടി മുൻപോട്ട് വരും. അതേപോലെ ഏതൊരു കാര്യവും ഉത്തരവാദിത്വത്തോടു കൂടി ഏറ്റെടുക്കും. അവര് നല്ല ശുഭാപ്തി വിശ്വാസമുള്ളവരായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ സെൽഫ് എസ്റ്റീമിലൂടെ നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിന്റെ മുൻപോട്ടുള്ള പ്രയാണം, ഈ യാത്ര സുഖകരമാകുകയും ചെയ്യും. അതായത് സെൽഫ് എസ്റ്റീം എന്നുള്ളത് നമ്മെ കുറിച്ചുള്ള ഒരു സങ്കല്പമാണ്. അതായത് ഒരു കർഷകൻ എന്താണ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, മത്തങ്ങ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആൾക്കൊരു നല്ല രസം തോന്നി. ഇങ്ങനെ വള്ളിയിൽ തൂങ്ങിക്കിടക്കുന്ന മത്തങ്ങ, ചെറിയ മത്തങ്ങ കണ്ടു കഴിഞ്ഞപ്പോൾ ആൾക്ക് ഭയങ്കര ഒരു ഇഷ്ടം തോന്നി. ആൾ എന്ത് ചെയ്തു? അതൊരു കുപ്പിയിൽ ആക്കിയിട്ട് അതിങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ മത്തങ്ങ വളർന്ന് ആ കുപ്പീന്റെ അതേ ഷേപ്പിലായിട്ടുണ്ട്. ആ മത്തങ്ങയ്ക്ക് പുറത്തേക്ക് പോവാൻ പറ്റുമോ? അതിന്റെ ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത് അതിന്റെ ഉള്ളിലേക്ക് ഒതുങ്ങി എന്നുള്ളതാണ്. ഇതേപോലെയാണ് നമ്മൾ ഓരോരുത്തരും നമ്മളുടെ കാര്യങ്ങൾക്ക് ഒരു ലിമിറ്റേഷൻസ് വെച്ചിട്ട് ഇതിന്റെ അപ്പുറത്തേക്ക് പോവണ്ട എന്നുള്ള രീതിയിലേക്ക് എത്തിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ അറിയേണ്ടത് നമ്മൾ എന്താണ് നമ്മൾക്ക് ലിമിറ്റേഷൻസ് കൊടുത്തിട്ടുള്ളത്, അതിൽ സെൽഫ് എസ്റ്റീം എത്രത്തോളം നമ്മളെ മുൻപോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഈ പറഞ്ഞതുപോലെ നമുക്ക് നമ്മളെ കുറിച്ച് ചിന്തിക്കാനോ അല്ലെ നമ്മളെ കുറിച്ച് രണ്ട് വാക്ക് പറയാനോ പറയുമ്പോൾ നമ്മളിലെ സെൽഫ് എസ്റ്റീം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? നമുക്കൊന്ന് ചിരിക്കാൻ തോന്നുന്നുണ്ടോ? അല്ലെ നന്നായിട്ടൊന്ന് സംസാരിക്കാൻ തോന്നുന്നുണ്ടോ? ഒരു കാര്യം വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നുണ്ടോ? ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് എന്ത് ചെയ്യാം, നമ്മളൊന്ന് തിരിച്ചറിയാന്നുള്ള. നമ്മളിൽ എത്ര പെർസെൻറ്റേജോളം സെൽഫ് എസ്റ്റീം ഉണ്ട്, ഞാൻ പെർഫെക്റ്റ് ആയിട്ട് മുൻപോട്ട് കൊണ്ടുപോകുന്നുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊന്ന് തിരിച്ചറിയാന്നുള്ളതാണ്. അതേപോലെ സെൽഫ് എസ്റ്റീം കൊണ്ടുള്ള ഗുണങ്ങള് ഇപ്പൊ ഇവിടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിന്റെ കൂടെ കുറച്ച് കാര്യങ്ങളും കൂടി ഒന്ന് കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും ഒന്ന് നമ്മളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുക, അതിൽ എത്ര ഗുണങ്ങൾ നമ്മളിലുണ്ട് എന്നുള്ളത്. സെൽഫ് എസ്റ്റീം കൊണ്ടുള്ള ഗുണങ്ങൾ എന്താണ്? നമ്മളിൽ ദൃഢവിശ്വാസം വളർത്തുന്നു, ഉത്തരവാദിത്തം ഏറ്റെടുക്കാനുള്ള മനോഭാവം ഉണ്ടാകുന്നു, ശുഭാപ്തി വിശ്വാസം വളർത്തുന്നു, മെച്ചപ്പെട്ട ബന്ധങ്ങളിലേക്കും സംതൃപ്തമായ ജീവിതത്തിലേക്കും ആ സെൽഫ് എസ്റ്റീമിലൂടെ നമുക്ക് മുൻപോട്ട് പോകാൻ പറ്റും. അതേപോലെ മറ്റുള്ളവരുടെ പുരോഗതിയിൽ നമുക്ക് സംതൃപ്തിയും ശ്രദ്ധയും അതിന് നമ്മൾ അപ്രീസിയേഷൻ ചെയ്യാനും പഠിക്കുന്നുണ്ട്.
സെൽഫ് എസ്റ്റീം ഇല്ലാത്ത ഒരാളാണെങ്കിൽ എങ്ങനെയാണോ അവരില് വളർച്ച ഉണ്ടായത്, അതിൽ എന്താണോ പോരായ്മ കാണാൻ തോന്നുന്നത്, ആ പോരായ്മയായിരിക്കും പറഞ്ഞുകൊണ്ടിരിക്കുക. അതേപോലെ നമ്മൾ ചെയ്യുന്ന ഏതൊരു കാര്യത്തിലും വിമർശനങ്ങളും പ്രശംസയും നൽകുവാനും സ്വീകരിക്കാനും പ്രാപ്തമാകുന്നു. അത് ഒരാൾ വിമർശനം പറഞ്ഞാൽ പോലും അതിനെ നമുക്ക് നമ്മുടേതായ രീതിയിലേക്ക് ആക്കിയെടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. ഇനി ലോ എസ്റ്റീം ഉള്ളവര്, സെൽഫ് എസ്റ്റീം കുറവുള്ളവർ എന്താ ചെയ്യുക, എന്തൊക്കെയായിരിക്കും ചെയ്യുക എന്നുള്ളത് പറയാൻ പറ്റുമോ? ലോ എസ്റ്റീം ഉള്ളവര് എന്തായിരിക്കും? അവര് പരദൂഷണം ഇഷ്ടപ്പെടുന്നവരാണ്, വിമർശന സ്വഭാവമുള്ളവരാണ്, എന്തിനേയും അവർ കുറ്റപ്പെടുത്താനാണ് ശ്രമിക്കുക, മത്സര ബുദ്ധിയോടുകൂടി പ്രവർത്തിക്കുന്നവരാണ്. ഈ മത്സര ബുദ്ധിയോടുകൂടി പ്രവർത്തിക്കുന്നത് നല്ല രീതിയിലുമുണ്ട്. സെൽഫ് എസ്റ്റീം ഉള്ളവരും ചെയ്യാറുണ്ട്, സെൽഫ് എസ്റ്റീം കുറഞ്ഞവരും ചെയ്യാറുണ്ട്. അതേപോലെ എന്താണ്, അവര് അഹങ്കാരികളായി മാറുന്നുണ്ട്. സെൽഫ് എസ്റ്റീം കുറവുള്ളവര് എന്താണ്, എല്ലാം അറിയാമെന്ന് നടിക്കുന്നവരാണ്. അതേപോലെ തന്നെ മേധാവിത്വം സ്ഥാപിക്കാനായിട്ട് മറ്റുള്ളവരുടെ വ്യക്തിത്വത്തെ അല്ലെങ്കിൽ മറ്റുള്ളവരെ ഞാനാണ് മുമ്പൻ എന്നുള്ള രീതിയിൽ അവരെ താറുമാറാക്കി സംസാരിക്കുന്നവരായിരിക്കും. അതുപോലെ തന്നെ ഇടുങ്ങിയ മനസ്സുള്ളവരും സ്വാർത്ഥ മനോഭാവമുള്ളവരുമായിരിക്കും ലോ സെൽഫ് എസ്റ്റീം ഉള്ളവർ. ലോ സെൽഫ് എസ്റ്റീം ഉള്ളവർ എന്ത് ചെയ്യും, ഏതൊരു കാര്യം പറയുമ്പോഴും അതിലെല്ലാം ഒഴിവ് കഴിവുകൾ പറയുന്നവരായിരിക്കും. നമ്മൾ തന്നെ ആലോചിച്ച് നോക്കേ, നമ്മൾ എന്ത് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാലും എത്ര ഒഴിവ് കഴിവുകളായിരിക്കും പറയാൻ ശ്രമിക്കുക. ഇല്ലെങ്കിൽ എത്ര ധൈര്യത്തോടെ എനിക്ക് ചെയ്യാം എന്ന് നമ്മൾ എത്ര പേര് പറയുന്നുണ്ടാവും, എന്നെ കൊണ്ട് കഴിയുമെന്ന് എത്ര പേര് പറയുന്നുണ്ടാവും. അത് ഇപ്പോ അങ്ങനെ ചെയ്താൽ ശരിയാവുമോ, ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ നമ്മൾ ചോദിക്കുകയും പറയുകയും അല്ലെങ്കിൽ ചിന്തിക്കുകയോ ചെയ്യുന്നവരായിരിക്കാം. അതേപോലെ തന്നെ ഏതൊരു കാര്യത്തിന്റെയും ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ തയ്യാറാകാത്തവരുമായിരിക്കും. എന്നാൽ അതിന് കാരണങ്ങൾ ഒരുപാട് പറയുകയും ചെയ്യും. അതേപോലെ തന്നെ എന്താണ്, മറ്റൊരാളുടെ ഉയർച്ചയിൽ നമുക്ക് ജലസി ഉണ്ടാവും, അസൂയ ഉണ്ടാവും. അവര് കണ്ടോ, അവർക്ക് നല്ല പൂത്ത കാശാണ്, അല്ലെങ്കിൽ അവരുടെ കഴിവ് കണ്ടോ. പക്ഷെ നമ്മുടെ ഉള്ളിലുള്ള നമ്മുടെ കഴിവിനെ നമ്മൾ തിരിച്ചറിയാണ്ട് വേറൊരാളിലുണ്ട്, അതിൽ അസൂയപ്പെടുന്നവരായിരിക്കും. അതേപോലെ തന്നെ അറിയേണ്ടത്, ലോ സെൽഫ് എസ്റ്റീം ഉള്ളവർക്ക് എന്താണ്, നമ്മുടെ മാന്യത ഇല്ലാതാക്കുന്ന ഒരവസരം വരുന്നുണ്ട്. അതേപോലെ നമ്മൾ എപ്പോഴും അസ്വസ്ഥരായിരിക്കും, ഏതൊരു കാര്യത്തിലും നമ്മൾ അസ്വസ്ഥമാകും. ഒരു ചെറിയ കാര്യത്തിൽ പോലും നമുക്ക് സന്തോഷിക്കാൻ പറ്റത്തില്ലാത്ത പോലെ വരും. അതേപോലെ നമ്മൾ തൊട്ടാവാടി പ്രകൃതമായിരിക്കും എന്നുള്ളതാണ്. മീൻസ് എന്തെങ്കിലും ചെറിയ കാര്യത്തിനും ഡൗൺ ആവും, സങ്കടപ്പെടും, കുറ്റപ്പെടുത്തും, ദേഷ്യം വരും, അങ്ങനെ പലവിധ ഇമോഷൻസിലൂടെ കടന്നു പോകുന്നവരായിരിക്കും. അപ്പൊ നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കുക, ഇതിൽ ഏതാണ് കൂടുതൽ നമ്മളിലുള്ളത്? ആ കൂടുതലുള്ള കാര്യങ്ങളെ കുറിച്ച് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഞാൻ സെൽഫ് എസ്റ്റീം ഉള്ള ഒരു വ്യക്തിയാണോ അതോ ലോ സെൽഫ് എസ്റ്റീം ആണോ? ജസ്റ്റ് റിയലൈസ് ചെയ്ത് 1 മിനിറ്റ് കൊണ്ട് ഒന്ന് എഴുതുക. അത് നിങ്ങളിലുള്ള സെൽഫ് എസ്റ്റീം കൂടുതലുള്ള കാര്യങ്ങളും ലോ സെൽഫ് എസ്റ്റീം ആയിട്ടുള്ള കാര്യങ്ങളും ഒന്ന് ജസ്റ്റ് ഒന്ന് എഴുതുക. നമ്മളിൽ സെൽഫ് എസ്റ്റീം കുറയാന് ഒരുപാട് കാരണങ്ങൾ വരുന്നുണ്ട്. ആ ഒരുപാട് കാരണങ്ങളെ കുറിച്ച് ഒന്ന് തിരക്കി കഴിഞ്ഞാല്, ജനിച്ച നാൾ തൊട്ട് നമ്മള് കേൾക്കുന്ന നിഷേധാത്മകമായ കാര്യങ്ങൾ ഉണ്ടാവാം.
പിന്നെ എന്താണ് പലപ്പോഴും നമ്മൾ മക്കളോട് പറയുന്നത് അല്ലെങ്കിൽ പാർട്ട്ണറോട് പറയുന്നത്, നമ്മുടെ കുടുംബത്തിലുള്ളവരോട് പറയുന്നത് നിന്നെ കാണാൻ കൊള്ളില്ല എന്ന് പറയുന്നതായിരിക്കാം, നിനക്ക് കഴിവില്ല എന്ന് പറയുന്നതായിരിക്കാം, പഠിക്കാൻ മോശമാണെന്ന് പറയുന്നതായിരിക്കാം. ഇങ്ങനെ പല കാര്യങ്ങള് നമ്മൾ അറിയാതെ നമ്മൾ പറഞ്ഞുകൊണ്ട് നമ്മുടെ മക്കളിലേക്ക് അല്ലെ നമ്മുടെ കൂടെയുള്ള ഏതൊരു ബന്ധത്തിലേക്കും ഈ കാര്യങ്ങൾ എത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ കുടുംബത്തിൽ നിന്നാണ്. ഇത് ഓൾറെഡി ഒരിക്കൽ ഞാനൊന്ന് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ കുടുംബത്തിൽ നിന്നാണ് നമ്മൾ ഇത് ഓൾറെഡി നമ്മൾ തുടങ്ങുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മൾ ഇവിടെ സെൽഫ് എസ്റ്റീം ഉള്ള ആളും സെൽഫ് എസ്റ്റീം കുറഞ്ഞ വ്യക്തിയും തമ്മിലുള്ള ഒരു വ്യത്യാസം പറഞ്ഞു തരാം. സെൽഫ് എസ്റ്റീം ഉള്ള ഒരാള് ആശയങ്ങളെ പറ്റി സംസാരിക്കുന്നു, കുറഞ്ഞ വ്യക്തി എന്ത് ചെയ്യുന്നു? മനുഷ്യരെ പറ്റി സംസാരിക്കുന്നു. സെൽഫ് എസ്റ്റീം ഉള്ള ഒരാള് പരിഗണനാ മനോഭാവം പ്രകടിപ്പിക്കുന്നു, ഇല്ലാത്ത ആൾ എന്താണ്? വിമർശന മനോഭാവം പ്രകടിപ്പിക്കുന്നു. അതേപോലെ സെൽഫ് എസ്റ്റീം ഉള്ള ഒരാള് വിനയത്തോടു കൂടി നിൽക്കുമ്പോൾ കുറഞ്ഞ ആള് അഹങ്കാരം കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ സെൽഫ് എസ്റ്റീം ഉള്ള ആൾ എന്തായിരിക്കും? ദൃഢവിശ്വാസത്തിൽ നിന്നുള്ള ധൈര്യത്തോടു കൂടി പ്രവർത്തിക്കുമ്പോൾ വ്യക്തമായ കാഴ്ചപ്പാടില്ലാതെ നിലനിൽക്കുന്ന ആളാണ് സെൽഫ് എസ്റ്റീം കുറഞ്ഞ ആള്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിലേക്ക് വരുന്നുണ്ട്. അതേപോലെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാല് മറ്റുള്ളവരെ ബഹുമാനിക്കുന്നത് സെൽഫ് എസ്റ്റീം ഉള്ളവരാണ്, മറ്റുള്ളവരെ പുച്ഛിക്കുന്നത് സെൽഫ് എസ്റ്റീം കുറഞ്ഞ ആൾക്കാരാണ്. അതേപോലെ അച്ചടക്കമുള്ളത് സെൽഫ് എസ്റ്റീം ഉള്ളവരാണ്, അച്ചടക്കമില്ലാതെ പ്രവർത്തിക്കുന്നതും അതിനെക്കുറിച്ച് മോശമായി സംസാരിക്കുന്നതും സെൽഫ് എസ്റ്റീം കുറഞ്ഞ വ്യക്തികളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ജീവിതത്തില് സെൽഫ് എസ്റ്റീം എന്നുള്ളത് ഒരുപാട് കാര്യങ്ങളിലൂടെ നേടിയെടുക്കാനുള്ള, എനിക്കൊരു കവിത ഇഷ്ടപ്പെട്ടു. ഇതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ ആ ഒരു കവിതയാണ് ജസ്റ്റ് ഒന്ന് പറയുമ്പോൾ അതിലെ ഓരോ കാര്യങ്ങൾ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് നോക്കുക. നമ്മുടെ മക്കളെ കുറിച്ചുള്ളതാണ് വരുന്നത് അതില്. ഇതിന്റെ മലയാള വാക്കൊന്ന് പറഞ്ഞ്, ഞാൻ ഇപ്പോഴൊക്കെ അറിയുള്ളൂ. സെൽഫ് എസ്റ്റീമിന്റെ ആത്മാഭിമാനം. ഓക്കെ. കൊച്ചു കണ്ണുകൾ നിങ്ങളുടെ മേൽ എപ്പോഴും ഉണ്ട്, രാവും പകലും അവ നിങ്ങളെ നിരീക്ഷിക്കുകയാണ്. നിങ്ങൾ ഉച്ചരിക്കുന്ന ഓരോ വാക്കും സത്വരം ഗ്രഹിക്കുന്ന കൊച്ചു കാതുകൾ ഇവിടെയുണ്ട്. നിങ്ങൾ ചെയ്യുന്നതെന്തും ചെയ്യാൻ ഉത്സുകരായ കൊച്ചു കൈകളും ഇവിടെയുണ്ട്. നിങ്ങളെപ്പോലെയാകുന്ന ദിവസവും സ്വപ്നം കണ്ട് ഒരു കൊച്ചു കുഞ്ഞിവിടെയുണ്ട്. നിങ്ങളാണ് അവന്റെ ആരാധ്യ പുരുഷൻ. ബുദ്ധിമാന്മാരിൽ വെച്ച് ബുദ്ധിമാനും നിങ്ങൾ തന്നെ. അവന്റെ കൊച്ചു മനസ്സിൽ നിങ്ങളെക്കുറിച്ച് സംശയം ഒന്നും തന്നെ ഒരിക്കലും ഉദിക്കുന്നില്ല. അവൻ നിങ്ങളെ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. നിങ്ങൾ പറയുന്നതും ചെയ്യുന്നതും അവൻ ഉൾക്കൊള്ളുന്നു. അവൻ വളർന്നു വലുതായി കഴിയുമ്പോൾ നിങ്ങളുടെ രീതിയിൽ പറയുന്നു, ചെയ്യുന്നു. വിടർന്ന കണ്ണുകളുള്ള ഈ കൊച്ചുകുട്ടി നിങ്ങൾ ചെയ്യുന്നതെന്തും ശരിയെന്ന് വിശ്വസിക്കുന്നു. ആ കണ്ണുകൾ എപ്പോഴും തുറന്നിരിക്കുന്നു, രാവും പകലും നിങ്ങളെ നിരീക്ഷിക്കുന്നു. ഓരോ ദിനവും നിങ്ങൾ ചെയ്യുന്നതിലെല്ലാം അവനുള്ള മാതൃക സൃഷ്ടിക്കുന്നു. വളർന്നു വലുതാകാൻ, നിങ്ങളെപ്പോലെയാകാൻ ആ കൊച്ചു കുഞ്ഞു കാത്തിരിക്കുന്നു. ഇത് നമ്മൾ ഓരോരുത്തരും നമ്മുടെ വീടുകളിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. നമ്മൾ വിചാരിക്കുന്നുണ്ടാവും നമ്മുടെ മക്കള് ഇത്രത്തോളം നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ടോ. നമ്മൾ ഓരോ കുട്ടികളെ കുറിച്ച് പഠിക്കുമ്പോൾ അവരുടെ മനസ്സിലേക്ക് എത്തുന്ന രൂപം, അവരുടെ മാതാപിതാക്കളിലെ ഓരോ മാറ്റങ്ങളും അവർ തിരിച്ചറിയുന്നുണ്ട്. അതങ്ങനെ ഒപ്പിയെടുക്കുന്ന ക്യാമറ കണ്ണുകൾ പോലെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കൊച്ചു കുട്ടിയായിരിക്കുമ്പോൾ മുതൽ തന്നെ ആ കുട്ടികളിൽ സെൽഫ് എസ്റ്റീം വളർത്തിയെടുക്കണം എന്നുള്ളതാണ്.
അപ്പൊ അതുകൊണ്ട് തന്നെ ആ കുട്ടികൾ ആ ആത്മാഭിമാനമുള്ള കുട്ടികളായി വളരുമ്പോൾ ആ സമൂഹം, ആ ഒരു കുടുംബം, ആ ഒരു സമൂഹം, അവർ വളർന്നു വരുന്ന ആ ഒരു ലോകം തന്നെ അതേപോലെയായി മാറുന്നുണ്ട്. അതായത് ഒരു പ്രശംസിക്കുന്ന ഒരു വീട്ടില് എന്ത് കാര്യത്തിലും നല്ലതിനെല്ലാം അവരെ അപ്രിഷിയേറ്റ് ചെയ്യുന്ന ഒരു കുടുംബത്തിലെ കുട്ടികള് എവിടെ ചെന്നാലും ഒരു ചെറിയ കാര്യം കണ്ടാൽ പോലും ആ ഒരു പ്രശംസ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നുണ്ട്. പക്ഷെ എന്തെയും കുറ്റപ്പെടുത്തുന്ന കുട്ടികളാണെങ്കിൽ, കുട്ടികളെ കുറ്റപ്പെടുത്തുന്നതാണെങ്കിൽ, അവരെവിടെ ചെന്നാലും എത്ര നല്ലത് ചെയ്തിട്ടുണ്ടെങ്കിലും അവരുടെ ഉള്ളിൽ ആദ്യം വരിക കുറ്റപ്പെടുത്തലുകളായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും നമ്മുടെ സെൽഫ് എസ്റ്റീം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് തിരിച്ചറിയുകയും അതിലൂടെ മുൻപോട്ട് വളരുകയും വളർന്നു വരികയും ചെയ്യണമെന്നുള്ളതാണ്. ഇതേപോലെ തന്നെ നമ്മളൊന്ന് അറിയേണ്ടത്, നമ്മളില് പോസിറ്റീവ് ചിന്തകൾ കൂടിക്കഴിഞ്ഞാൽ, ഇപ്പൊ പലരും പറയും ഞാനെല്ലാം പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നതാണ് എന്ന് പറയും. പക്ഷെ നമ്മളൊന്ന് അറിയുക, നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ ശുഭാപ്തി വിശ്വാസത്തോടെ ചിന്തയുമായിട്ട് മുൻപോട്ട് പോകുമ്പോൾ സെൽഫ് എസ്റ്റീം ഉള്ള ഒരാളെ സംബന്ധിച്ച് ഒരുപാട് ഗുണങ്ങളുണ്ട്. ആ ഗുണങ്ങള് സ്വയം തോന്നുന്ന ബഹുമാനമാണ് ആദ്യത്തേത്, ആത്മവിശ്വാസമാണ് രണ്ടാമത്തേത്, സ്വന്തം മൂല്യത്തെക്കുറിച്ചുള്ള മതിപ്പ്, സ്വന്തം വ്യക്തിത്വത്തെ അംഗീകരിക്കൽ, ആത്മപ്രീതി, ആത്മജ്ഞാനം, ആത്മശിക്ഷണം. അതായത് സെൽഫിനെ നന്നായിട്ട് അറിഞ്ഞ് അവരിലൂടെ, അതായത് സെൽഫിലൂടെ തന്നെ നമുക്ക് നമ്മളെ പ്യൂരിറ്റി ചെയ്ത് നമ്മുടെ കുടുംബത്തില് ആ ഒരു പ്രകാശത്തെ നിറയ്ക്കാൻ സാധിക്കും. ആ നന്മകളെ ആ മക്കളില്, ആ ഫാമിലിയിലുള്ള എല്ലാവരിലേക്കും എത്തിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അതേസമയം നിഷേധാത്മക ചിന്തയുമായിട്ട്, നെഗറ്റീവ് ചിന്തകളുമായിട്ടുള്ള അവരിൽ ഉണ്ടാവുന്ന ആത്മാഭിമാനം, സെൽഫ് എസ്റ്റീം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവര് സ്വയം വില കുറച്ച് കാണുന്ന വിഭാഗമായിരിക്കും, അല്ലെ അങ്ങനെയുള്ള ഒരു സ്വഭാവമായിരിക്കും. ആത്മസന്ദേഹം ഉണ്ടാവും, സ്വന്തത്തിനെ തന്നെ ഒരു വിശ്വാസമില്ലാഴികയുണ്ടാവും. അവരെപ്പോഴും സ്വന്തത്തിനെ നിന്ദിച്ചുകൊണ്ടിരിക്കും, കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. അതേപോലെ തന്നെ എന്താണ്, അമിതമായി എന്തെങ്കിലും കാര്യങ്ങളിൽ അഡിക്റ്റഡ് ആയിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവരിൽ സെൽഫ് എസ്റ്റീം ഇല്ലാത്തത് കൊണ്ട് തന്നെ അവര് അതിനെ മറയ്ക്കാൻ വേണ്ടി മറ്റുള്ള കാര്യങ്ങളിലേക്ക് അവരുടെ ശ്രദ്ധയെ വിടുകയും അതിലേക്ക് മാറിപ്പോവുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, അതായത് ഒരിക്കൽ ഒരു സെൽഫ് എസ്റ്റീം കുറവുള്ള ഒരു ചെറുപ്പക്കാരനായ ഒരു ഉദ്യോഗസ്ഥന് ജോലിക്കയറ്റവും പുതിയ പദവികളെല്ലാം ലഭിച്ചു. അതുമായിട്ടൊന്ന് ഇണങ്ങിച്ചേരാൻ കുറച്ച് താമസം ഉണ്ടായിരുന്നു, അയാൾക്ക് കഴിഞ്ഞില്ല. പക്ഷെ എന്നാലും ആൾ അതിൽ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നുണ്ടായിരുന്നു. എന്ത് ചെയ്തു, ആൾ എപ്പോഴും എന്താണ്, പുതിയ ജോലി കാര്യങ്ങളിൽ, തിരക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് അഭിനയിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ വെറുതെ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോ ഒരാൾ വാതിലിൽ വന്ന് നിൽക്കുന്നത് കണ്ടപ്പോ, എനിക്ക് ഒരുപാട് തിരക്കാണെന്ന് അറിയട്ടെ എന്ന് വിചാരിച്ച് ആ ഫോൺ എടുത്തു വെച്ചിട്ട് ഇങ്ങനെ എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വെറുതെ ഫോൺ എടുത്ത് വെച്ചിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ആള് ഫോൺ വെച്ച് കഴിഞ്ഞപ്പോ എന്താ വന്നേന്ന് ആ വാതിൽ നിൽക്കുന്ന ഒരാളോട് ചോദിച്ചു. അത് താങ്കളുടെ സെൽഫോണിന്റെ കംപ്ലൈന്റ് വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫോണിന്റെ, അത് റെഡിയാക്കാൻ വന്നതായിരുന്നു, ഇനിയിപ്പൊ അതിന്റെ ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞു. അതായത് ഇവിടെ നമ്മൾ നമ്മുടെ ഉള്ളിലുള്ള ഓരോ കാര്യങ്ങളെ മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തിരക്ക് കൂട്ടുകയും അല്ലെന്നുണ്ടെങ്കിൽ അഭിനയിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ മറന്നു പോകുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ എപ്പോഴും നമ്മളിലേക്ക് ശ്രദ്ധ കൊടുക്കണം, നമ്മളെ പ്യൂരിറ്റിയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിൽ നമ്മുടെ ചിന്തകൾ എന്താണ്, നമ്മുടെ ഫാമിലിയെ കുറിച്ചുള്ളതായിക്കോട്ടെ, നമ്മുടെ പ്രൊഫഷനെ കുറിച്ചുള്ളതായിക്കോട്ടെ, ഏത് കാര്യങ്ങളിലും നമ്മുടെ ചിന്തകൾ നമ്മളെ എത്രത്തോളം കണക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് തിരിച്ചറിയുക എന്നുള്ളതാണ്. ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ചോദിക്കാനുള്ള സമയമാണ്. നമ്മള് എന്നൊന്നുമില്ല, പൊതുവായി പറയുകയാണെങ്കിൽ എന്താ, പ്രായമുള്ള
ഇപ്പൊ നമ്മുടെ ഉമ്മമാരെന്നൊക്കെ പറയണത് കൊറേയൊക്കെ ഈ ഒരു ഇപ്പോഴത്തെ തലമുറകളിൽ ചില ആളുകൾക്കൊന്നും ഇപ്പൊ ഇങ്ങനെ കൂടുതലായിട്ടില്ല. പക്ഷെ ചില പ്രായമായ ഉമ്മമാര് ഇങ്ങനത്തെ രീതിക്കേ സംസാരിച്ചുകൊണ്ടിരിക്കുള്ളൂ. പക്ഷെ മക്കള് അത് എത്രമാത്രം ഉൾക്കൊള്ളണമെന്ന് അറിയില്ല. നമ്മുടെ പേരക്കുട്ടികൾ ഇപ്പൊ നമ്മുടെ മക്കൾ അവരുടെ കൂടെ അല്ലേ നിന്ന് പോരുന്നത്. അപ്പൊ അതിന്റെ ഒരു ഇത് ചിലതൊക്കെ ഇങ്ങനെ മനസ്സിലോട്ട് ഇങ്ങനെ പറഞ്ഞപ്പോ വരിക. അത് ശരിയാണ്. നമ്മള് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾക്ക് ഇപ്പൊ നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ തന്നെ ഒന്ന് എടുത്തു കഴിഞ്ഞാല് മക്കള് ഒന്ന് രണ്ട് മക്കളുള്ളവരാണെങ്കിൽ എന്ത് ചെയ്യാം, ഒരാളെ ഒന്ന് കഴിവുണ്ടെങ്കിൽ ആ ഒരു കഴിവ് പറഞ്ഞ് എപ്പോഴും പറയും. മറ്റൊരാളെ അങ്ങനെ അല്ല, കണ്ടുപഠിക്കുക എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവരിൽ ഉണ്ടാവുന്നത്, അവരില് ശരിക്കും ഒരു ആത്മവിശ്വാസം അല്ല ഉണ്ടാവുന്നത്, ഞാൻ പോരാ എന്നുള്ളൊരു ചിന്തയാണ് വരുന്നത്. ഈവൻ രണ്ടുപേരെയും ഒരേപോലെ കൊണ്ടുപോകാൻ സാധിക്കുമ്പോഴാണ് ഞാൻ ബെറ്റർ ആണ്, ഞാൻ കുറച്ചും കൂടെ മുൻപോട്ട് വരണം എന്നുള്ള ചിന്ത വരിക. ഇപ്പോൾ നമ്മള് ഒരുപാട് പേര് ശ്രദ്ധിക്കാത്ത, പേരന്റിങ്ങിന്റെ അകത്ത് ഒരുപാട് പേര് ശ്രദ്ധിക്കാത്ത കാര്യങ്ങളാണ് ഇത്. ഇപ്പോൾ നമ്മളും ഇത് പഠിക്കുമ്പോഴാണ് നമ്മൾ അറിയുന്നത്. അപ്പോൾ ഈ മക്കളില് കുട്ടിക്കാലം മുതൽ എന്ത് കാര്യങ്ങളാണോ അവരിലേക്ക് ചേരുന്നത് എന്നുള്ളത് നമുക്ക് പോലും തിരിച്ചറിയാൻ പറ്റില്ല. ഇവൻ നമ്മൾ പറയണ സ്ഥിരമായിട്ട് പറയണ ചില വാക്കുകൾ അവരെ മുറിപ്പെടുത്തുന്നുണ്ടായിരിക്കും, പക്ഷെ അത് അവരുടെ ഉള്ളിലുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ പ്രവൃത്തികൾ, നമ്മൾ എന്താണ് ചെയ്യുന്നത്, ചിലപ്പോൾ നമ്മൾ ഒരുങ്ങുന്നത്, അല്ലെങ്കിൽ നമ്മുടെ സംസാരത്തിന്റെ ശൈലി, നമ്മുടെ ജീവിതത്തിലെ പാറ്റേൺ, ഇതൊക്കെയും എന്തുണ്ടാവും, അവരിങ്ങനെ കണ്ടുപിടിക്കുന്നുണ്ടാവും. എന്നിട്ട് പിന്നീട് ഒരു സമയത്താണ് ഇവരിൽ നിന്ന് അത് പുറത്തു വരിക. അപ്പൊ നമുക്ക് ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് അതേപോലെ തന്നെയാണല്ലോ എന്നുള്ളത്. പക്ഷെ അന്ന് നമ്മൾ അത് അറിയുന്നുണ്ടാവില്ല. അപ്പൊ ഓൾറെഡി നമ്മൾ ദേഷ്യപ്പെടുന്ന ഒരു കാര്യത്തിനാണെങ്കിൽ നമ്മുടെ മക്കള് നമ്മളോട് എത്തുമ്പം അവര് ദേഷ്യപ്പെടുന്നത് കാണുമ്പോൾ ഇത് ഞാൻ അന്ന് ചെയ്തതുപോലെ ആണല്ലോ എന്നുള്ളത് തിരിച്ചറിയണമെങ്കിൽ നമ്മൾ നമ്മളെ അറിയാന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം, നമ്മളിൽ ആത്മവിശ്വാസം വരുത്തുന്ന അല്ലെങ്കിൽ സെൽഫ് എസ്റ്റീം ഉള്ള കാര്യങ്ങൾ എന്തൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് തിരിച്ചറിഞ്ഞ് ആ കാര്യങ്ങളെക്കുറിച്ച് ഒന്ന് എഴുതി വെക്കുമ്പോൾ നമ്മളിൽ ആ വിശ്വാസം കൂടുതലായി വരുന്നുണ്ട്. അപ്പൊ ഏതൊരു കാര്യത്തിനും നമ്മുടെ മക്കളോട് ചിലപ്പോൾ പറയും, നീ ഒന്നും മിണ്ടുന്നില്ല, അല്ലെ എന്തെങ്കിലും കാര്യത്തിലൊക്കെ പ്രോഗ്രാമിലൊക്കെ ചേർന്നാൽ എന്താണെന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും മറ്റൊരാളുടെ മുമ്പിൽ സംസാരിക്കാനോ അല്ലെങ്കിൽ നമ്മുടെ കഴിവുകളെ കാണിക്കാനോ ഇതിനൊന്നും നമ്മൾ എന്ത് ചെയ്യാറില്ല, മുൻപോട്ട് വരാറില്ല. പിന്നെ നമ്മൾ നമ്മുടെ മക്കള് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമുണ്ടോ? അപ്പൊ അതിനു പകരം ഇങ്ങനെയൊക്കെ ആണെങ്കിലും നിനക്ക് നല്ല കഴിവുണ്ട്, ഇങ്ങനെയുള്ള രീതിയിൽ സംസാരിച്ചു കഴിയുമ്പോൾ അവർക്ക് അതിനായിട്ട് മുൻപോട്ട് വരാൻ പറ്റും എന്നുള്ളതാണ്. അതേപോലെ തന്നെ മക്കളെ വഴക്ക് പറയുന്ന കാര്യങ്ങളാകുമ്പോൾ ഒരാളെ മാത്രം വഴക്ക് പറയാതിരിക്കുക, അത് അവരുടെ ആത്മവിശ്വാസം ഇല്ലാണ്ടാക്കും. അപ്പോൾ ഓർക്കുന്നത് ഞാൻ തെറ്റാണ്, അല്ലെങ്കിൽ എന്നെ ഇഷ്ടമില്ലാഞ്ഞിട്ടാണ്, എന്നെ വിശ്വാസം ഇല്ലാഞ്ഞിട്ടാണ്, എനിക്ക് കഴിവില്ല, അങ്ങനെ പലതും നമ്മൾ ചിന്തിക്കാത്തത് പോലും അവരെന്ത് ചെയ്യുന്നുണ്ടാവും, അവരുടെ ഉള്ളിൽ കൊണ്ടു നടക്കുന്നുള്ളതാണ്. അങ്ങനെയാണ് പല സ്ഥലങ്ങളിലും കുട്ടികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാവുന്നത്. ഇപ്പൊ അത് ഓൾറെഡി ഒന്ന് കളറിന്റെ പേരിൽ പറഞ്ഞിട്ടുണ്ടാവാം, അല്ലെങ്കിൽ സ്വഭാവത്തിന്റെ പേരിൽ പറഞ്ഞിട്ടുണ്ടാവാം, പഠിപ്പിന്റെ കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ടാവാം. അങ്ങനെ എന്തും ആയിക്കോട്ടെ, നമ്മള് ചിന്തിക്കാതെ വെറുതെ പറയുന്നതാണ്. അപ്പൊ ഈ വെറുതെ പറയുന്നതിൽ നമ്മളിപ്പോ ഈ ഒരു ഹീലിംഗ് സെക്ഷനിലേക്ക് വന്നതിന് ശേഷം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാല്, നമ്മൾ വെറുതെ പറയുന്നത് പോലും അഫർമേഷൻസ് ആണ്. നമ്മുടെ ചുണ്ടുകൾ കൊണ്ട് എന്താണോ നമ്മൾ പറയുന്നത്, നമ്മുടെ ഹൃദയം കൊണ്ട് നമ്മൾ എന്താണോ വാക്കുകളാൽ ചിന്തിക്കുന്നത്, അതെല്ലാം അഫർമേഷൻസുകളാണ്. അപ്പോൾ ഇത്രയും നാളും എന്ത് വേണമെങ്കിലും നമ്മൾ ചീത്ത പറയുക, അല്ലെങ്കിൽ മണ്ടെന്ന് പിടിക്കുകയോ അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു, അതിനൊക്കെയും ഒരു മീനിങ് ഉണ്ട്, അത് നമ്മളെ അട്രാക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് തിരിച്ചറിയണം. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇതനുസരിച്ച് എന്താണ്, മിതമായി സംസാരിക്കുക എന്ന് പറയുന്നതിന്റെ കാരണം, നമ്മൾ വെറുതെ വളവളാന്ന് സംസാരിച്ചു കഴിയുമ്പോൾ നമ്മുടെ നാവിന് എന്തൊക്കെയാ വരിക നമ്മൾ പോലും അറിയില്ല. അതെല്ലാം നമ്മളിലേക്ക് തന്നെയാണ് നമ്മൾ കൊണ്ടുവരുന്നതെന്ന് ഇപ്പൊ തിരിച്ചറിയുമ്പോൾ നമ്മുടെ സംസാരം പതിയെ കുറയും. നമ്മൾ മറ്റൊരാളെ കുറിച്ച് പറയുന്നതും ഞാൻ എന്നിലേക്കാണ് അട്രാക്ട് ചെയ്യുന്നതെന്ന് അറിയുമ്പോൾ മറ്റുള്ളവരെ കുറിച്ച് നമുക്കൊന്നും പറയാൻ തോന്നത്തില്ല എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാം, നമ്മൾ ചിന്തിക്കുന്നത്, നമ്മുടെ നാവിൽ നിന്ന് വരുന്നത്, നമ്മൾ പ്രവർത്തിക്കുന്നത് ആദ്യം നമ്മളിലേക്ക് തന്നെയാണ് വന്നെത്തുന്നത്. അതിനുശേഷമാണ് മറ്റൊരു എനർജിയിലേക്ക് കൺവേർട്ട് ആവുകയുള്ളൂ. അതുകൊണ്ട് നമ്മളിലേക്ക് എന്തെത്തണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ, നമ്മൾ എങ്ങനെ ആയിത്തീരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ, ആ ഒരു കാര്യത്തെ നമ്മൾ
സംസാരത്തിലൂടെ, ചിന്തകളിലൂടെ നമ്മളിലേക്ക് എത്തിക്കാൻ സാധിക്കും. ഇതിനായിട്ട് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ നമ്മളിൽ ഉണ്ടാവുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മളെല്ലാവരും അഫർമേഷൻ എഴുതുന്നവരാണ്, ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുന്നവരാണ്. ഇതെന്തിനാണ് എഴുതുന്നത്? ആ അഫർമേഷൻ എഴുതുന്നത് നമ്മളിൽ അത് റിപ്പീറ്റഡ്ലി പറഞ്ഞ് ഞാൻ അതാണ് എന്ന് നമ്മുടെ സബ് കോൺഷ്യസിനെ സ്ഥാപിച്ചെടുക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ ഇത്രയും കാലം അങ്ങനെയല്ല നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യത്തിൽ നിന്ന് പെട്ടെന്ന് മാറണമെന്നുണ്ടെങ്കിൽ ഇത് തന്നെ ചെയ്താലേ പറ്റുള്ളൂ. അതേപോലെ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നതും എഴുതുന്നതും നമ്മളിൽ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. മീൻസ് നമ്മൾ ഹൃദയം അറിഞ്ഞ് അത് നമ്മളിലുള്ളതിനെ നമ്മൾ തിരിച്ചറിയുമ്പോൾ നമ്മളിൽ ആത്മവിശ്വാസം വർദ്ധിക്കുകയും നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളെയും മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നാം അറിയേണ്ടത്, നാം എപ്പോഴും കണക്റ്റഡ് ആയിട്ടിരിക്കേണ്ടത് ഗ്രാറ്റിറ്റ്യൂഡ്, സെൽഫ് ലവ്, ഫോർഗീവ്നെസ് എന്നുള്ളതിലാണ്. ഈ മൂന്നെണ്ണത്തിലേക്ക് കണക്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുന്ന ആ ഒരു സ്നേഹം, ആ സ്നേഹത്തെ നമ്മളെ സൃഷ്ടിച്ചവനിലേക്ക് എത്തിക്കുമ്പോൾ അവിടെ അത് പൂർത്തീകരിക്കപ്പെടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല സെൽഫ് എസ്റ്റീം ഉള്ളവരായിട്ട് എല്ലാവർക്കും ജീവിക്കാൻ സാധിക്കട്ടെ. ഇത്തരം കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. താങ്ക് യു സോ മച്ച്. ഇനി എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ ഉണ്ടെങ്കിൽ ചോദിക്കാം.